അങ്ങനെ കുറച്ചു കാലങ്ങൾക്ക് ശേഷം നമ്മുടെ അണ്ണൻ തിരിച്ചു വന്നിരിക്കുകയാണ്. ദി വൺ ആൻഡ് ഓൺലി ശ്രു അണ്ണൻ. ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാ, ഇത് അമ്മൻ യൂണിവേഴ്സിൽ വരുന്ന ഒരു സിനിമയല്ല, ഇത് അണ്ണന്റെ ഒരു സ്റ്റാൻഡ് അലോൺ പടമാണ്. അതുകൊണ്ട് തന്നെ ശ്രു അണ്ണനെ കുറിച്ച് അറിയാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അമ്മൻ യൂണിവേഴ്സ് എന്ന പേരിൽ ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ അതിലെ വീഡിയോസ് ഒക്കെ ഒന്ന് കാണുക. ശ്രു അണ്ണനെ കുറിച്ച് അറിയില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് മോശമാണ് കേട്ടോ. ഈ കഥയില് ശ്രു അണ്ണൻ ഒരു വാറ്റുകാരനാണ്. തമിഴ്നാട് പട്ടച്ചാരായ നെറ്റ്വർക്കിന്റെ കിങ് ആണ് ശ്രു അണ്ണൻ. മറ്റുള്ളവരെ പോലെ അല്ലാട്ടോ. ശ്രു അണ്ണൻ വാറ്റുന്ന ചാരായം 99.9% പ്യുവർ സാധനാണ്. നവരമ്പഴം, അത്തിപ്പഴം, മുന്തിരിപ്പഴം, വെള്ള വേലാമ്പട്ട, ജാതിക്ക, കടുക്ക. ഇത് വാറ്റന്നെയാണോ ഇയാൾ ഉണ്ടാക്കണത്, അതോ പൂക്കുലലേഹിയോ? നാട്ടു ചക്കരയെ കവുന്തപ്പാടിയിലിருந்து വാങ്ങിട്ട് വന്ന് 21 നാൾ ഊറ പൊട്ട് കാച്ചി എടുக்கிறேன். അതെയോ? ഇന്നലത്തെ പത്രത്തിൽ കണ്ടായിരുന്നു. കള്ളവാറ്റാണ് വാറ്റണത്, എന്നിട്ട് അതിലൊരു എത്തിക്സ് ഒക്കെ. 2 ഗ്ലാസ് അടിച്ചാ പോതും, ഒട്ടൻ ചെയ്യലും കൂടെ ഒട്ടിക്കും. പ്രൊഡക്ഷൻ മാത്രല്ലാട്ടോ, ഉണ്ടാക്കുന്ന പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നതും നമ്മുടെ ശ്രു അണ്ണൻ തന്നെയാണ്. ക്വാളിറ്റി ഇല്ലാത്ത ഒന്നും തന്നെ ഇവിടുന്ന് പുറത്തോട്ട് പോവാറില്ല. எவனுதுரா இது? இந்தா நீ காய்ச்சறத கொண்டு போய் அப்படியே ஆத்துல கூட்டி 50 லிட்டர் போடா. അപ്പൊ എന്നാ തുടങ്ങല്ലേ. ബ്രേക്കിംഗ് ശ്രു. വെറുതെ അങ്ങോട്ട് ചാരായം കാച്ചി വിൽക്കലല്ലാട്ടോ, ഇവിടെ ശ്രു അണ്ണന് കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ട്. എക്കാരണത്തെ കൊണ്ടും ചിന്ന പസങ്ങൾക്ക് സരക്ക കൊടുക്ക കൂടാതെ. അത് കലക്കിട്ടോ, അത് കലക്കി. നല്ലൊരു മെസ്സേജാണ് സമൂഹത്തിന് ശ്രു അണ്ണൻ ഇതിലൂടെ കൊടുക്കുന്നത്. കുട്ടികളൊന്നും ചാരായം കുടിക്കാൻ പാടില്ല. എക്കാരണത്തെ കൊണ്ടും ചിന്ന പസങ്ങൾക്ക് സരക്ക കൊടുക്ക കൂടാതെ. കുറഞ്ഞപക്ഷം 4 വയസ്സാവതായിരിക്കണം. കുറഞ്ഞപക്ഷം 4 വയസ്സാവതായിരിക്കണം. அப்படி இல்லன்னா பால் குடியாவது மறந்திருக்கணும். இது கம்பெனியுடைய கண்டிஷன். ഇയാൾക്ക് പ്രാന്താണോ? 4 വയസ്സുള്ള പിള്ളേർക്കൊക്കെ പട്ടച്ചാരായം കൊടുക്കാന്നോ? കുറഞ്ഞപക്ഷം 4 വയസ്സാവതായിരിക്കണം. അണ്ണാന്ന് വിളിച്ചോണ്ട് എന്നെ കൊണ്ട് വേറൊന്നും വിളിപ്പിക്കരുത്. ഇയാളാണ് ചാരായം ബിസിനസ്സിൽ നമ്മുടെ ശ്രു അണ്ണന്റെ എതിരാളി അണ്ണാച്ചി. എന്തൊക്കെ ചെയ്തിട്ട് നമ്മുടെ അണ്ണാച്ചിയുടെ പ്രോഡക്റ്റ് വാങ്ങാൻ ആൾക്കാരൊന്നും വരുന്നില്ല. എല്ലാവരും ശ്രു അണ്ണന്റെ ചാരായാണ് വാങ്ങണത്. 40 ஊர்ல பார் இருக்கு. இந்த ஒகேனக்கல்ல மட்டும் ஏன்டா கலெக்ஷன் கம்மியா இருக்கு? வரவங்களுக்கு நம்ம சரக்கு குடுக்குறீங்களா இல்லையாடா? நாம 60 ரூபாய்க்கு விக்கிற கோட்டரை நம்ம பங்காளி 10 ரூபாய்க்கு கொடுக்குறானே. 60ന്റെ സാധനം 10 രൂപയ്ക്കോ? അതിച്ചിരി കൂടുതലല്ലേ? അല്ല, അപ്പൊ ശ്രു അണ്ണന് ഈ ചാരായ കച്ചവടത്തിന് എന്താ ലാഭം? 10 പൈസേ? അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ? നാ മറ്റവന്മാര് കിടയാതെ പൊട്ടനാണ് മുതലാളി. ശ്രു അണ്ണൻ കാരണം കച്ചവടം മൂഞ്ചിപ്പോയ അണ്ണാച്ചി അണ്ണന്റെ ബിസിനസ് തകർക്കാൻ വേണ്ടി പോലീസിനെ വിടുകയാണ്. എന്ന കര കടന്ന് ഉളുദൂരം വന്നിരിക്കറ റെയ്ഡാ. അവിടെയാണ് ട്വിസ്റ്റ്. ഈ പോലീസുകാരൊക്കെ നമ്മുടെ ശ്രു അണ്ണന്റെ ആൾക്കാരാണ് കേട്ടോ. എന്ത പോലീസുകാരനാളിയും ഫോറസ്റ്റുകാരനാളിയും എന്നെ ഒന്നും പണ മുടിയാതെ. അങ്ങനെ ശ്രു അണ്ണന്റെ ചാരായ ബിസിനസ് ഗ്രാമത്തിൽ വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവൾ അണ്ണന്റെ ഗ്രാമത്തിലേക്ക് വരുന്നത്. മാലതി. ഗ്രാമത്തിലെ കുടിയന്മാരെയൊക്കെ നന്നാക്കി ശ്രു അണ്ണന്റെ ചാരായ ബിസിനസ് എങ്ങനെയെങ്കിലും മുടിപ്പിക്കണം. അതാണ് NSS നേതാവായ മാലതിയുടെ ഉദ്ദേശം. അതിനുവേണ്ടി മാലതി ഒരു നാടകമൊക്കെ സെറ്റാക്കുന്നുണ്ട്. കുടിച്ചിട്ട് സീരഴിഞ്ചാ നാട് எப்படி உருப்படும்? நான் தெரியாம தான் கேக்குறேன். உங்க கூட காலேஜ்ல படிக்கறாங்களே பசங்க, அவங்களுக்கு எந்த கெட்ட வழக்கமும் இல்ல. உங்க முதுகுல 1000 கிலோ அழுக்கு இருக்கு. முதல்ல அத கரண்டியால சொரண்டிட்டு அப்புறம் எங்களை திருத்த வாங்க. ശ്രു അണ്ണൻ ആറാടുകയാണ്. ഈ ചേച്ചിയാണ് ശ്രു അണ്ണന്റെ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ കൈകാര്യം ചെയ്യുന്നത് കേട്ടോ. അതായത് അണ്ണന്റെ സാമാനിട്ട് മാറ്റിയ കടുക്ക, ജാതിക്ക, അതൊക്കെ ഇട്ട് മാറ്റിയ ഈ ചാരായം നാട്ടുകാരിലേക്ക് എത്തിക്കുന്നത് ഈ ചേച്ചിയാണ്, സരോജ ചേച്ചി. புதுசா இந்த சரக்க பத்தி தெரியாது. But you know the business and I know the chemistry. I'm thinking maybe you and I could partner up. ஐயோ വിറ്റ് തീർന്ന ചാരായത്തിന്റെ കാശ് ശ്രു അണ്ണൻ ചോദിക്കാൻ വന്നപ്പോ സരോജ ചേച്ചി പൈസ കൊടുക്കാതെ നേരെ റൊമാൻറ്റിക് മൂഡിലേക്ക് പോവുകയാണ്. എന്നിട്ട് അണ്ണന് ചോറൊക്കെ വിളമ്പി കൊടുക്കുകയാണ്. നോക്കുമ്പോ ചോറിന് എന്തോ ഒരു അത് ശരി, അണ്ണനെ ഒരു വിഷാണ്. ആ അണ്ണന് തന്നെ വിഷം വെച്ചു കൊടുക്കുന്നു. ഏതവനാടാ അവൻ? ആളൊക്കെ എത്തേണ്ടടുത്ത് എത്തി ചേച്ചിയെ, മിണ്ടാതിരിക്കി. ആരാണ് ചോറിൽ വിഷം വെച്ചത്? സരോജയാണോ? മാലതിയാണോ?
വേറെ ആരാ, നമ്മുടെ അണ്ണാച്ചി തന്നെ. പക്ഷെ വിഷം വെച്ചത് എങ്ങനെയാന്നൊന്നും ഈ സിനിമയിൽ കാണിക്കണില്ല കേട്ടോ. വിഷം വെച്ചത് അണ്ണാച്ചിയാണെന്ന് മനസ്സിലാക്കിയ ശ്രുവണ്ണൻ തന്റെ ബൈക്ക് എടുത്ത് ഫുൾ സ്പീഡിൽ അണ്ണാച്ചിയുടെ വീടിന്റെ സ്റ്റെപ്പൊക്കെ കയറി നിൽക്കുകയാണ്. എന്നിട്ട് അയാൾ ഒന്നും ചെയ്യാണ്ട് ഇയാൾ തിരിച്ചു പോവാണ്. എടോ, തന്നെ കൊല്ലാൻ നോക്കിയ ആളാണത്, എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യടോ. അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ? നാ മറ്റവന്മാര് കിടയാതെ പൊട്ടനാണ് മുതലാളി. അങ്ങനെ അണ്ണൻ വീണ്ടും ബാക്ക് ടു ബിസിനസ്. പക്ഷെ ഇത്തവണ അണ്ണൻ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നതിന് മുന്നേ തന്നെ സാധനം മാർക്കറ്റിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. ഇതിനാവർക്ക് കേസ് പാക്കാമ സരക്കിന്റെ അടുത്തോട്ട് പോണതില്ല. ശുദ്ധമായ അണ്ണന്റെ ചാരായത്തിൽ ആരോ വിഷം കലർത്തിയിരിക്കുന്നു. ഇയാള് പോണോടത്തൊക്കെ വിഷാണല്ലോ. ഞെട്ടിപ്പോയ ശ്രുവണ്ണൻ തന്റെ ബൈക്ക് എടുത്ത് പറപ്പിച്ച് ഓരോ കസ്റ്റമേഴ്സിനെയും രക്ഷിക്കാനായി ശ്രമിക്കുകയാണ്. പക്ഷെ അണ്ണന്റെ ഒരു കസ്റ്റമർ അണ്ണൻ എത്തുന്നതിന് മുന്നേ തന്നെ സാധനം മടമടാന്ന് വലിച്ചു കയറ്റി നിലത്ത് കടന്ന് പെടയാണ്. കറക്റ്റ് സമയത്ത് അവിടെ എത്തിയ ശ്രുവണ്ണൻ രക്ഷിക്കാനാണെന്ന പേരിൽ അയാളുടെ ചങ്കും കൂടി ഇടിച്ചു കലക്കി ചോര തുപ്പിക്കുകയാണ്. ഇനിയിപ്പോ എന്തിനാ ആശുപത്രി കൊണ്ടുപോണത്? അയാളെ പോസ്റ്റ്മോർട്ടം ചെയ്യാനോ? ഇത്തവണയും വിഷം കലക്കി വെച്ചത് നമ്മുടെ അണ്ണാച്ചി തന്നെയാണ്. പക്ഷെ എങ്ങനെയാണ് അയാൾ വിഷം കലക്കിയതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, ഈ സിനിമയിൽ കാണിക്കണില്ല. ഇത്തവണ ശ്രുവണ്ണൻ അയാളെ വെറുതെ വിടില്ല. ശ്രുവണ്ണൻ നേരെ പോയി അണ്ണാച്ചിയുടെ അച്ചിങ്ങൊക്കെ അങ്ങോട്ട് പറിച്ചെടുക്കും. Say my name. Goddamn right. എന്തൊക്കെ പറഞ്ഞാലും അണ്ണൻ കറക്റ്റ് സമയത്ത് വന്ന് CPR കൊടുത്തതുകൊണ്ട് അയാളെ കൊല്ലാൻ പറ്റി. ഇയാൾ ചത്തതുകൊണ്ട് ഭ്രാന്തിളകിയ നാട്ടുകാരും നമ്മുടെ NSS മാലതിയും ചേർന്ന് ശ്രുവണ്ണന്റെ ചാരായ ഫാക്ടറി നശിപ്പിക്കുകയാണ്. ഫാക്ടറി എന്ന് പറയാൻ മാത്രമൊന്നുമില്ല, എനിക്കറിയാം. 3 കുടവും 2 വീപ്പയും പറഞ്ഞു എന്നുള്ളൂ. അങ്ങനെ തന്റെ ബിസിനസ് നശിപ്പിച്ച് നൈസായിട്ട് അവിടെ നിന്ന് മുങ്ങുന്ന മാലതിയെ കൊല്ലാൻ വേണ്ടി ശ്രുവണ്ണൻ ഒരു പാറക്കല്ലെടുത്ത് വെള്ളത്തിലേക്ക് ഇടും. അതുവരെ സിമ്പിൾ ആയിട്ട് അവിടെ ഇരുന്നുണ്ടായിരുന്ന മാലതി കല്ല് വെള്ളത്തിലേക്ക് വീണതും എന്തിനാന്നറിയില്ല പുഴയിലേക്ക് എടുത്ത് ചാടുന്നുണ്ട്. അതിപ്പോ ലാഭായല്ലോ. വെള്ളത്തിലേക്ക് വീണ മാലതിയെ ശ്രുവണ്ണൻ തന്നെ രക്ഷിക്കും. പിന്നെ എന്തിനാണ് ഇയാൾ അവരെ കൊല്ലാൻ നോക്കിയതെന്നാവോ? അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ? മാലതിയെ രക്ഷപ്പെടുത്തിയ ശേഷം ശ്രുവണ്ണൻ അവളെ നോക്കി ഇങ്ങനെ പറയും, ഇപ്പോഴോ ഇത്ര ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ടോ? എന്നെ കൊണ്ട് ഇതൊക്കെയല്ലേ പറ്റുള്ളൂ. பொழுது சாயறதுக்குள்ள அத்தனை பேரும் பொட்டியை கட்டி கிளம்பிடணும், இல்ல எல்லாத்தையும் நெருப்பு செரிச்சு போடுவேன். ശ്രുവണ്ണൻ പറയുന്നതൊക്കെ മരത്തിന്റെ അടിയിൽ നിന്ന് ഒളിച്ചുകെട്ട അണ്ണാച്ചിയുടെ ആൾക്കാർ മാലതിയുടെ ക്യാമ്പിന് തീ വെക്കും. ഇതെന്തത് വല്ല ബാലരമേത്തെ കഥ പോലെ മരത്തിന്റെ ബാക്കിൽ നിന്ന് ഒളിച്ചു കേട്ടു കുറുനരി മോഷ്ടിക്കാൻ വന്നു. ഇതിൽ അണ്ണാച്ചിയുടെ കാര്യങ്ങളാണ് ഏറ്റവും കോമഡി. അയാളുടെ ആൾക്കാർ മരത്തിന്റെ അടിയിലുണ്ടാവും, കാലിന്റെ ഇടയിലുണ്ടാവും, കഞ്ഞിയിലും ചോറിലും ചാരായത്തിലൊക്കെ വിഷം വെക്കും. ഇതെങ്ങനെയാണ് എവിടെ നിന്നാണെന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല. ക്യാമ്പിന് തീയിട്ടത് ശ്രുവണ്ണനാണെന്ന് കരുതിയ മാലതിയും നാട്ടുകാരും പോലീസിൽ പരാതി കൊടുക്കും. അങ്ങനെ പോലീസ് വന്നിട്ട് പറയും, എന്റെ വാറ്റിലൊക്കെ നന്നായിണ്ട്, ഇനി നമുക്ക് സെൻട്രൽ ജയിലിൽ പോയിട്ട് വാറ്റാന്ന്. I am not in danger, Skylar. I am the danger. പക്ഷെ അവർക്കറിയില്ലല്ലോ ഇത് ആള് വേറെയാണ്. ഇതുകൊണ്ടൊന്നും ഞങ്ങൾ തോറ്റുവെന്ന് വിചാരിക്കണ്ട. അങ്ങനെ 1 വർഷത്തിന് ശേഷം ശ്രുവണ്ണൻ പുറത്തിറങ്ങുകയാണ്. അപ്പോഴാണ് അണ്ണൻ തിരിച്ചറിയുന്നത് നമ്മുടെ NSS മാലതി ഇപ്പൊ ജയിലിന്റെ ഉള്ളിലാണ്. Say my name. Goddamn right. இப்படி ஒரு சந்தோஷம் எனக்கு கிடைக்கும் நான் எதிர்பார்க்கவே இல்லை. வரட்டா. സംഭവം എന്താന്ന് വെച്ചാ ശ്രുവണ്ണന്റെ കള്ളവാറ്റ് പിടിച്ചതോടെ മാലതിയുടെ കോൺഫിഡൻസ് അങ്ങോട്ട് കൂടി. ഒരു ഡ്രഗ് ഫ്രീ സൊസൈറ്റി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഇന്റർനാഷണൽ ഡ്രഗ് ഡീലേഴ്സിനെ പിടികൂടാൻ മാലതി ഇറങ്ങി തിരിച്ചു. അതും ഒരു പാട്ടഫോണും കൊണ്ട്. കേക്കണം, ഈ പാട്ടഫോണും കൊണ്ട് വീഡിയോ എടുത്ത് കൂട്ടിക്കാൻ ഇത് ശ്രുവണ്ണന്റെ 10 രൂപയുടെ ചാരായ ബിസിനസ് അല്ല മോളെ, ഇത് ഇന്റർനാഷണൽ ലെവൽ ഡ്രഗ് ബിസിനസ് ആണ്. ഇതെന്താ ഇവര് കാട്ടണത്? ഇന്ന് അയാളുടെ മുഖത്ത് കൊണ്ടുപോയിട്ട് ക്യാമറ പിടിക്കും, അപ്പൊ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. അങ്ങനെ വിക്രം കളിക്കാൻ പോയ മാലതി പോലീസ് സ്റ്റേഷനിൽ കൈദിയായി മാറുകയാണ്. ഗ്രാമത്തിലെ ചാരായ ബിസിനസ് പൂട്ടിപ്പോയതുകൊണ്ട് ശ്രുവണ്ണൻ നേരെ ഇന്റർനാഷണൽ ഡ്രഗ് ഡീലിംഗ്സിലേക്ക് ഇറങ്ങുകയാണ്. நம்மளை பத்தி உங்களுக்கு தெரியாதுன்னா குடிக்கிற போதனா பீரு, பிராந்தி, விஸ்கி, ரம்மு, ஜின்னு, வோட்கா, ஒயின், சாராயத்திலேயே இஞ்சி சாராயம், ராய் சாராயம், தென்னஞ்சாராயம், ஹெராயின், ബ്രൗൺ ഷുഗർ, മാർഫിന്, ക്ലൂയിന്, മാരിജുവാന, ക്രാക്ക്, കൊക്കൈൻ. ഞാൻ ഈ തൊഴിൽ നിർത്തുകയാണ് ഭായ്. കോക്ക്, ബ്ലാക്ക്, ചാർലി, സ്നോ, പെത്തറ്റിന്, വാല്യൂം, കോമ്പോസ്, മാത്ര, ചിലത മൂക്കില ഉറിഞ്ചാണോ, ചിലത നാക്കില തടവണോ, ചിലത ഊസിയാ പോട്ടുക്കണോ. നേതാവേ, യു ആർ ഗ്രേറ്റ്. ഞങ്ങളെ അനുഗ്രഹിക്കണം.
പുതിയ ബിസിനസ് തുടങ്ങിയതിന്റെ സന്തോഷത്തിൽ ജയിലിനകത്തുള്ള മാലതിക്ക് അണ്ണൻ ഒരു കേക്കൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട്. ജയിലില് ബാക്കിയുള്ളവർക്കൊക്കെ യൂണിഫോം, മാലതിക്ക് മാത്രം ചുരിദാറ്, പൊട്ട്, ദേദ ജയില്. പിന്നൊരു പാട്ടാണ്. അണ്ണ ഒരു മയത്തിലൊക്കെ ആ പെണ്ണിനെ കൊല്ലോ നിങ്ങള്. ഡ്രഗ് ബിസിനസിന്റെ കിങ് ആയ ഏതോ ഒരുത്തിനെ പറ്റിയുള്ള എന്തൊക്കെയോ തെളിവുകൾ നമ്മുടെ മാലതിയുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഡ്രഗ് ഡീലർ കിങ് മാലതിയെ ജയിലിൽ നിന്ന് തട്ടിക്കൊണ്ടുവന്ന് തെളിവുകൾക്ക് വേണ്ടി ഉപദ്രവിക്കുകയാണ്. പക്ഷെ അത് കണ്ടുവന്ന നമ്മുടെ ശ്രുവണ്ണൻ നേരെ പോയി മാലതിയെ പൊറോട്ട അടിക്കണ പോലെ അടിക്കുകയാണ്. സംഭവം എന്താന്ന് വെച്ചാ ശ്രുവണ്ണൻ മാലതിയെ സഹായിച്ചതാണത്രേ. ഇങ്ങനെ സഹായിക്കണോ? ഇങ്ങനെ സഹായിച്ചാ ചത്തുപോയില്ലേ? അങ്ങനെ ശ്രുവണ്ണൻ വില്ലന്മാരുടെ വീട്ടിലെ CCTV വിഷ്വൽസ് ഒക്കെ എടുക്കാൻ വേണ്ടി വരികയാണ്. എന്നിട്ടുണ്ടോ ഇയാൾ അവിടുത്തെ CPU-ന്റെ ഉള്ളിൽ ഓൾറെഡി കിടന്നുണ്ടായിരുന്ന ഏതോ ഒരു CD എടുത്തിട്ട് ഇത് തെളിവാണെന്നൊക്കെ പറഞ്ഞ് ജഡ്ജിയെ കാണാൻ വേണ്ടി പോവാണ്. എടോ CCTV വിഷ്വൽസ് അറ്റ്ലീസ്റ്റ് കോപ്പി ചെയ്തിട്ടെങ്കിലും കൊണ്ടുപോകും. അല്ലാണ്ട് ഏതോ ഒരു CD എടുത്തിട്ട് പോയിട്ട് എന്താ കാര്യം? അത് ഏത് പടത്തിന്റെ CD ആണെന്നാവോ? അവസാനം മാലതിയെ രക്ഷിക്കാനായി ശ്രുവണ്ണനും മെയിൻ ഗുണ്ടയും തമ്മിൽ ഒരു ഫൈറ്റ്. ഈ സമയം എങ്ങനെയോ അവിടെ എത്തിയ പോലീസ് മെയിൻ ഗുണ്ടയെ 2 വെടി വെക്കും. 2 വെടി കൊണ്ട് അയാൾ ചത്തു. 5 വെടിയും 1 വെട്ടും കിട്ടിയ ശ്രുവണ്ണൻ മാത്രം രക്ഷപ്പെട്ടു. എല്ലാ പ്രശ്നങ്ങളും തീർന്ന ശേഷം ശ്രുവണ്ണൻ നാട്ടിൽ പോവാനായി ബസിന്റെ ഉള്ളിൽ കയറി ഇരിക്കുകയാണ്. അപ്പൻട്രോ ഏതോ ഒരുത്തൻ കയറി വന്ന് എന്തൊക്കെയോ പറയാണ്. 1.5 உசுர பணைய வச்சு அந்த புள்ளைய காப்பாத்திருக்கேன். அதுக்காகவே அந்த புள்ள உன்னை கல்யாணம் பண்ணிக்கும்னா வாங்கண்ணா. ഇയാളിപ്പോ എന്തിനാണ് പട്ടി മോങ്ങണ പോലെ ഇങ്ങനെ മോങ്ങണത്? അത്രയും സങ്കടമുള്ള ശ്രുവണ്ണൻ പോലും ഇങ്ങനെ കരയണില്ല. അതെ, നിങ്ങൾക്ക് തരുന്ന കാശിന് മാത്രം നിങ്ങൾ അഭിനയിച്ചാൽ മതി. കുറെ അങ്ങോട്ട് വാരി അഭിനയിച്ചുകൊണ്ട് ലക്ഷങ്ങളൊന്നും കിട്ടില്ല. മികച്ച നടനുള്ള അവാർഡ് നോക്കുമ്പോ നമ്മുടെ നായിക എങ്ങനെയോ അവിടെ എത്തിയിരിക്കുന്നു. അങ്ങനെ ഇവരൊന്നായി ഈ പടം കഴിഞ്ഞു. എല്ലാ പടത്തിലും ക്ലൈമാക്സ് ആവുമ്പോ ഇയാള് നന്നാവും. നോക്കുമ്പോ പടം കഴിഞ്ഞിട്ടില്ല. ഒരു എൻഡ് ക്രെഡിറ്റ് സീനൊക്കെ വെച്ചിട്ടുണ്ട്. എന്തിനാന്നാവോ? ആരപ്പോ ഇതൊക്കെ കാണുന്നു? Say my name. Goddamn right.